ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഒരു ലോഡ് ഇറക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടുന്ന് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് പൂക്കൾ കയറ്റിയിട്ടുണ്ട്. ഇത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മളതിൻ്റെ ബെൽജിയത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക്. ഇതപ്പോൾ കയറി വരാനായിട്ട് ഞാനൊരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ സ്ഥലം. ഇതെന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഫിങ്കാന്നാണ് പറയുക. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടൊരു സംഭവം. ഇവിടെ നിന്ന് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നൈസായിട്ട് ആ കുഴിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:47. അയ്യോ, ഇത് പണിയാണല്ലോ. ഇത് തുറക്കാണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനും പറ്റില്ല. അവനപ്പോൾ വീണ്ടും വിളിക്കണം. ഇവിടെ റേഞ്ചില്ലാന്നേ. Muy buenas, ¿me abre, por favor? Gracias, hombre. നമ്മളപ്പോൾ ഇതിലാണ് കയറി വന്നത്. ഇതൊരു പ്രൈവറ്റ് സംഭവമാണ്. ഞാനിവിടെ വന്നപ്പോൾ നിർത്തി. വന്നപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ പെട്ട സ്ഥലമാണ്. ഇത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ എൻ്റെ അടുവാ കിട്ടിക്കുന്നു.
ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരുന്നാലാണ് കുഴപ്പം. ഇത് ശരിക്കും പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ്. ഇവിടെ നിന്ന് താഴത്തേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. Gira a la derecha en el camino de las carreras. നമ്മൾ ഈ വഴിക്ക് തന്നെ വന്നപ്പോൾ ലോഡ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വണ്ടി ഇതിൽ അയ്യോ Turn right onto Sus MOT5. ഇതിലേ വന്നത്. ഇവിടെ സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ സ്റ്റോപ്പ് സിഗ്നൽ. En 1,5 kilómetros. Continue Gira a on la Sus derecha en la MOT5 for 1 kilometer. 5209. ഇവിടെയൊക്കെ ഒന്നുമില്ലെങ്കിൽ പൂക്കൾ അല്ലെങ്കിൽ തക്കാളി ഈ പറഞ്ഞ സാധനങ്ങളാണ് ഇവിടെയൊക്കെ വളർത്തണത്. നമ്മൾ വന്നത് ഈ വലത്തെ വഴിക്കാണ്. ഇപ്പോൾ മാപ്പിൽ ഇപ്പോൾ പോകാൻ പറയണത് ഈ വഴിക്കാണ്. അതിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വന്ന വഴിക്ക് പോകണതായിരിക്കും നല്ലത്. ആ ഇതിലെ വന്ന വഴിക്കായിരുന്നു ഒരു വണ്ടി, ഒരു കാറ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ കിടക്കണം. നമ്മുടെ വണ്ടി വന്ന കണ്ടിട്ട് പുള്ളിയെ ചവിട്ടിയത്. അത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റുമത്. ഇതാണ് മോത്രയിൽ എന്ന് പറയും. ഗ്രനാദയിൽ തന്നെ മോത്രയിൽ. ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്, ചെറിയ ഷിപ്പ് യാർഡ് ഉണ്ട്. In 300 meters, your destination will be on the left. En 400 metros, gira a la izquierda en la ronda de Levante. Después entra en la rotonda. വണ്ടി ഇവിടെ നിർത്തേണ്ടി വരും. ഇനി എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ In 300 meters, turn right onto Calle Caracas. no. In 200 meters, turn right onto Ronda de Levante. നമുക്ക് ഈ In വഴിക്ക് 200 വന്ന വഴി തന്നെ meters, പോവാം. turn left onto Ronda de Levante. കാരണം ഇതിൽ കാണിക്കുന്ന മാപ്പിലെ റൂട്ട് വ്യത്യാസമുണ്ട്. പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. Gira a la izquierda en la ronda de Levante. Después entra en la rotonda. അടിപൊളി. Turn left onto Ronda de Levante. അടിപൊളി. അവർ വളയ്ക്കാൻ പറ്റാത്ത സ്ഥലത്ത് തന്നെയാണ് ഇവിടെ നിർത്തിയാണ് വണ്ടി. അത് മര്യാദ.
ഇല്ലെങ്കിൽ അതിന്റെ സൈഡ് Sal ഇതിന്റെ de la rotonda അകത്തിരിക്കും. por la primera salida por la calle Comunidad Castilla-León. In അങ്ങനെ 50 നമ്മൾ meters സെന്ററിലേക്ക് എത്തി. at the roundabout, take the second exit and stay on Ronda de Levante. നമ്മൾക്ക് വന്ന വഴി തന്നെ പോണതായിരിക്കും നല്ലത്. In 200 meters at the roundabout, continue straight to stay on Ronda de Levante. കമ്പും കോലൊക്കെ ചിലപ്പോൾ മുകളിൽ തട്ടും. Sal de la rotonda por la segunda salida por la ronda de Levante. In 300 meters Sign at the board ഒക്കെ വണ്ടി roundabout, മേടിക്കുന്ന take the ഓനാണ്. second exit and stay on Ronda de Levante. എന്താ ഇപ്പം വെച്ചാൽ നോക്കിയില്ലേ സൈൻ ബോർഡൊക്കെ വണ്ടി മേടിക്കും. Sal de la rotonda por la segunda salida por la ronda de Levante. പണി പാളി. നമ്മൾ വന്ന വഴി ഇതല്ല. നമ്മൾ വന്ന വഴി വന്നിട്ട് ഇതിൽ കാണിക്കണതൊന്നുമല്ല. നമ്മൾ വന്ന വഴി ഇതാ. Exit the roundabout onto Ronda de Levante. ദൈവമേ ഈ കോലി Exit the roundabout ഇതൊക്കെ onto എന്ത് കാണിച്ചു Avenida Sierra Nevada. വണ്ടി പിരിക്കും. In 400 meters at the roundabout, continue straight onto Circunvalación Sur. Sal de la rotonda por la cuarta salida. Sal de la rotonda por la cuarta salida por la GR 5209. In 50 ഇവിടെ meters at the roundabout, continue straight onto Circunvalación Sur. ഓവറ നടക്കണമെന്നാണ് ഇന്നത്തെ എഴുതിയേക്കണേ. പക്ഷെ നോക്കിയിട്ടൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും ഈ വഴിക്ക് നടക്കണ്ട. ഈ വഴിക്ക് തന്നെ അങ്ങനെ In പോവാം. 500 meters at the roundabout, take the third exit onto Calais Santo Domingo. നമ്മൾ വന്നത് ഈ വഴിക്കാ. എന്നിട്ടൊരു ഇൻഡസ്ട്രിയൽ ഏരിയ കയറിയിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയതായിട്ടാണ് നമ്മുടെ ഓർമ്മ. In 300 meters at the roundabout, take the third exit onto Calais Santo Domingo. Sal de la rotonda por la segunda salida por la calle Lima. നമ്മൾ വന്നത് അടുത്ത റൗണ്ടിൽ കയറിയിട്ട് അങ്ങനെ വേണ്ട A7ലേക്ക്. Sal de la rotonda por la primera salida por la ronda sur. In 50 meters at the roundabout, take the second exit. A7 Exit the roundabout. നമ്മൾ വന്നത് ഈ വഴിക്കാ. Continue for 800 meters. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടായിരുന്നു. IT അടിക്കുന്ന സ്ഥലം, വണ്ടിയുടെ ഇൻസ്പെക്ഷൻ അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അത്
പിന്നെ വോക്സ് വാഗൻ്റെ കമ്പനി. ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കയറും. ഇതാണ് ഇവിടുത്തെ മോത്രയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒരു ഭാഗം. അപ്പം നമ്മൾ ആ കുന്ന് കയറി ആ മല കയറി ലോഡ് ഇറക്കി പോന്നു. ഇനി നേരെ ബേസിൽ പോവാ. ഞാനപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വണ്ടി എടുത്താണ്. ഇന്നപ്പോൾ ബുധനാഴ്ച. നാളെ കാലത്ത് എനിക്ക് വണ്ടി നിർത്തണം. നാളെ ഉച്ചയാകുമ്പോൾ നമ്മൾ ബെൽജിയത്തിൽ കയറി പോകും. മോത്രയിൽ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനി നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ടിലേക്ക് കയറണം. Exit the roundabout onto Carretera de Almeria. In 300 meters, at the roundabout, take the third exit onto the GR16 ramp to A7, Almeria. Sal de la rotonda por la tercera salida por la autovía. Acceso está al puerto de Motril. ആൾക്കാർ സാധനങ്ങളൊക്കെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഏതെങ്കിലും വണ്ടിക്ക് പുറത്തേക്ക് പോകണ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. Sal de la rotonda por la segunda salida. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി നേരെ ബേസിക്ക്. ഇതാണ് ഇപ്പോൾ മോത്രയിൽ. ആ ഭാഗത്തായിട്ട് ബീച്ചാണ്. ബീച്ച് സൈഡാണ് അവിടെ. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ബീച്ചിലേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങും. ചെറുതായിട്ട് കാര് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിവിടെ വന്നിട്ട് 19 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. In 600 meters, at the roundabout, take the second exit onto the A7 ramp to E15, Salabrina. Salobreña. നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത ഔട്ടോവിയയിൽ കയറിയിട്ട്, ഔട്ടോവിയ എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ കയറിയിട്ട് നേരെ ബേസിലേക്ക്. ഇവിടുന്ന് ഒരു 34 കിലോമീറ്റർ. Sal de la rotonda. Exit the roundabout onto the ramp.
A7 for 6 kilometers. En 5 kilómetros y medio, toma la salida. അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.